സന്നിഹിതരായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളക്കരയിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാർ പല വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇതിനു മുമ്പും അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്ത് വരികയും പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അൽഹംദുലില്ലാഹ് മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ എന്ന ഒരു വിഷയം ഇന്നിവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു നല്ല രീതിയിൽ പറയുവാനും അത് കേൾക്കുവാനും പറയുന്നതിലും കേൾക്കുന്നതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. KL 14 AB 2671 ബ്രസ റോഡിൽ ബ്ലോക്കായിട്ട് കിടക്കാണ്, മാറ്റാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഏവരും സന്നിഹിതരായിരിക്കുന്നത്. ഭൂമിയിലെ സ്വർഗത്തോപ്പ് എന്ന് വിശേഷിപ്പിച്ച ഇൽമിന്റെ മജ്ലിസിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വിശാലമായ സൗകര്യം ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. പരിസരത്ത് നിന്നുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഇവിടെ സന്നദ്ധമാക്കിയിട്ടുള്ള ഈ പന്തലിലേക്ക് കയറി ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 10:15 വാല് ഏകദേശം പകുതിയാകേണ്ട സമയമായി. 12 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിച്ച് 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ഏവർക്കും പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ പരിപൂർണമായും കബൂലാക്കുമാറാവട്ടെ. ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ആമീൻ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടു കൂടി എല്ലാവരും സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ സ്വഹാബി വര്യനാണ് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി പ്രചാരണം ആരംഭിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച പ്രമുഖനായ സ്വഹാബി വര്യനാണ് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. ഒരു നിഴല് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബി വര്യൻ, രാവെന്നില്ലാതെ പകലെന്നില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് പ്രവാചകന്റെ ഖാദിമായി നിലനിന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വല്ലാത്ത ഒരു അടുപ്പമുണ്ടായി. ഒരു നിഴല് പോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് പ്രവാചകന്റെ ഖാദിമായി കഴിഞ്ഞുകൂടിയ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിരറ്റ സ്നേഹമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു രീതിയാണ്, തനിക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അതിന് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രകൃതമാണ്. ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയാകണം. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ തിരിച്ചു പ്രത്യുപകാരം ചെയ്യണം. ഒരു നേരത്തെ ഭക്ഷണം നമുക്കൊരാൾ തന്നാൽ തിരിച്ചവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കണം. നമ്മളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരമായി അവൻ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ തിരിച്ചും നാം സഹായം ചെയ്യണം. സഹായം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ മനസ്സ് നിറയുവോളം നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന് ഖിദ്മത്ത് ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ഒരു സ്നേഹം, വല്ലാത്ത ഒരു അടുപ്പം. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ചാരത്തേക്ക് വിളിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ ചാരത്തേക്ക് വിളിക്കുകയാണ്.
തന്റെ സവിധത്തിലേക്ക് വിളിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, സൽ റബീആ, എന്തു വേണമെങ്കിലും നീ എന്നോട് ആവശ്യപ്പെട്ടോ റബീആ, എന്ത് വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചോ റബീആ, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം, നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു തരാമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ, റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം നബിയേ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം നബിയേ. അങ്ങനെ ആലോചിച്ചിട്ട് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് റബീഅ വരികയാണ്. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്നങ്ങനോട് പറഞ്ഞല്ലോ, എന്ത് ആഗ്രഹം വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാമെന്നങ്ങനോട് പറഞ്ഞല്ലോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ, സ്വർഗലോകത്ത് അങ്ങയോടൊപ്പം എനിക്ക് സഹവസിക്കണം, അങ്ങയുടെ സഹവാസം സ്വർഗലോകത്ത് എനിക്ക് കിട്ടണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വഹാബാക്കളെല്ലാം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് റസൂലുള്ളാഹിയോടൊപ്പം സ്വർഗത്തിൽ കടക്കാനാ, മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാനാ സഹാബാക്കളൊക്കെ ആഗ്രഹിച്ചത്. നമ്മളും ആഗ്രഹിക്കേണ്ടത് എന്താണ്? നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗത്തിൽ സഹവസിക്കണമെന്നാണ്. ആ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ ആ നബി തങ്ങളെ കാണണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. നമ്മളെ വല്ലാതെ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നമ്മളോട് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്ന പ്രവാചകൻ, ആ പ്രവാചകനെ ദുനിയാവിൽ വെച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ദുനിയാവിൽ വെച്ച് പ്രവാചകനെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. നാളെ പടച്ചവന്റെ പരലോകത്ത് പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നബി മുഹമ്മദ് മുസ്തഫ അസ്റായീലിന്റെ കരവലയങ്ങളിൽ അമർന്നുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുന്ന അവസാന സമയങ്ങളിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതെന്താ? യാ ഉമ്മത്തി, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, പിടയുന്ന നോവിലായി തിരുചുണ്ടനങ്ങുന്നേ, ആ ചുണ്ടെന്നായിഷ കാതോരം ചേർക്കുന്നേ, എന്നുമ്മത്തി എന്നുള്ള ധ്വനി മാത്രം കേൾക്കുന്നേ, എന്നിട്ടാ കമറൊളി സുവർഗവും പോകുന്നേ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അസ്റായീലിന്റെ കരവലയങ്ങളിൽ അമർന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഇന്നലിൽ മൗതില സകറാത്ത്, മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നുണ്ട്. ആ അവസാന സമയത്ത് പോലും യാ ഉമ്മത്തി എന്ന് വിളിച്ച ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ദുനിയാവിൽ വെച്ച് കാണാൻ ഭാഗ്യം കിട്ടാത്തവരാ ഞാനും നിങ്ങളും. സ്വഹാബത്ത് നേരിൽ കണ്ടവരാണ്, സ്വഹാബത്ത് മുത്തുനബിയെ നേരിൽ കണ്ടിട്ട് വിശ്വസിച്ചവരാ. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുനിയാവിൽ കണ്ടിട്ടില്ല. നാളെ പടച്ചവന്റെ പരലോകത്ത് പോകുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം, മുത്തുനബിയോടൊത്ത്
നബിയോടൊത്ത് സ്വർഗത്തിൽ നമുക്ക് സഹവസിക്കണം. അതിനൊരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനെപ്പറ്റിയ പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ കുറഞ്ഞ സമയം നമ്മൾ സംസാരിക്കുന്നത്. ആലോകർക്കും മുഴുവനും മാനവികതയുടെ മഹിത സന്ദേശബോധി മധ്യകുലത്തിനു മാർഗദർശനം നൽകാൻ മാനവകുലത്തിലേക്ക് കടന്നു വന്ന് മലിനമായ മാനവ മനസ്സിനെ മാധുര്യമൂറുന്ന മലർവാടിയാക്കി മാറ്റിയ മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ചു കൂടിയ നൂറുകണക്കിന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, യാ സ്വഹാബ, സ്വർഗത്തിൽ എന്നോടൊത്ത് നിങ്ങൾക്ക് സഹവസിക്കണോ? എന്റെ സഹവാസം നിങ്ങൾക്ക് സ്വർഗലോകത്ത് കിട്ടണോ? ഒന്നാമത് നിങ്ങൾക്ക് വേണ്ട ഗുണമേതെന്നറിയോ? ഒന്നാമത് നിങ്ങൾക്ക് വേണ്ട ഗുണം തഖ്വയാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയാണ്, സ്വർഗത്തിൽ എന്നോടൊപ്പം നിങ്ങൾക്ക് സഹവസിക്കണമെങ്കിൽ, എന്റെ സുഹബത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, എന്റെ ചാരത്ത് നിങ്ങൾക്ക് കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണം തഖ്വയാണ്. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പദമാണ് തഖ്വ എന്ന പദം, അല്ലേ? നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പദം. പരിശുദ്ധമായ ഖുർആനിൽ 251ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയെ പറ്റി പറയുന്നുണ്ട്. എത്ര സ്ഥലമാ? 251ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയെ പറ്റി പറയുന്നുണ്ട്. ലോകത്ത് കടന്നുപോയ സകലമാന പ്രവാചകന്മാരും അവരുടെ അനുയായികളെ ഉപദേശിച്ചത് തഖ്വയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. 950ഓളം വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഈ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് പറഞ്ഞത്, ഇദ ഖാല ലഹും അഖൂഹുൻ നൂഹുൻ ലാ തത്തഖൂൻ, തഖ്വയോടെ ജീവിക്കാനാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്, ഇദ ഖാല ലഹും അഖൂഹുൻ സ്വാലിഹുൻ ലാ തത്തഖൂൻ, തഖ്വയോടെ ജീവിക്കാനാണ്. ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്, ഇദ ഖാല ലഹും അഖൂഹുൻ ശുഐബുൻ ലാ തത്തഖൂൻ, തഖ്വയോടെ ജീവിക്കാനാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്, ഇദ ഖാല ലഹും അഖൂഹുൻ ലൂത്തുൻ ലാ തത്തഖൂൻ, തഖ്വയോടെ ജീവിക്കാനാണ്. ഇങ്ങനെ ലോകത്ത് കടന്നുപോയ സകലമാന പ്രവാചകന്മാരും അവരുടെ അനുയായികളോട് അവർക്ക് പറയാറുണ്ടായിരുന്നത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനാണ്, തഖ്വയോടുകൂടി ജീവിക്കാനാണ് പടച്ചതമ്പുരാന്റെ വസിയ്യത്ത്. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയാ തഖ്വയോടുകൂടി ജീവിക്കണമെന്ന്. സഹോദരങ്ങളെ, എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ അനുയായികളോട് പറയാനുണ്ടായിരുന്ന തഖ്വ വിശുദ്ധ ഖുർആൻ 251ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ച തഖ്വ. ഈ തഖ്വയുണ്ടെങ്കിലേ നമുക്ക് അല്ലാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. തഖ്വയുള്ളവരിൽ നിന്നാണ് എല്ലാ അമലും അല്ലാഹു സ്വീകരിക്കുന്നത്. തഖ്വയില്ലാതെ കുറെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഒരാൾക്ക് തഖ്വയില്ല, ജീവിത വിശുദ്ധിയില്ല, പടച്ചതമ്പുരാനെ ഭയമില്ല, അവൻ കുറെ നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഫലമില്ല. കാരണം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാളെ പടച്ചവന്റെ പരലോകത്തെ ഏറ്റവും വലിയ പരാജിതനെ സംബന്ധിച്ച് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. യാ സ്വഹാബ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. ആ പടച്ചവന്റെ പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ കടന്നു വരികയാ. യൗതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ, ഒരുപാട് നന്മകളുമായി, ഒരുപാട് നിസ്കാരവും നോമ്പും സദഖയും ഒക്കെയായി പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഫയജഅലഹുല്ലാഹു ഹബാഅൻ മൻസൂറാ, വിതറപ്പെട്ട ധൂളികളെ പോലെ പടച്ചതമ്പുരാൻ അവരുടെ കർമ്മങ്ങളെ ആക്കി തീർക്കുകയാണ്. കത്തിയാളുന്ന ഭീകരമായ ഭീതിജനകമായ നരകത്തിലേക്ക് പടച്ചതമ്പുരാൻ അവരെ വലിച്ചെറിയുകയാ. എന്തുകൊണ്ടാണ് അവരെ നരകത്തിലേക്ക് പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ പർവ്വത സമാനമായ നന്മകൾ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവരെ നരകത്തിലേക്ക് ആപതിച്ചു പോകാൻ കാരണം? മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു
മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് അവരെ നരകത്തിലേക്ക് ആപതിച്ചു പോകാനുള്ള കാരണം? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സൗബാൻ, അവർ ദുനിയാവിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാത്തവരാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരുടെ നിസ്കാരവാ പടച്ചതമ്പുരാ സ്വീകരിക്കുന്നത്. തഖ്വയുള്ളവന്റെ നോമ്പാ പടച്ചവൻ സ്വീകരിക്കുന്നത്. തഖ്വയുള്ളവന്റെ സ്വതക്കയാ പടച്ചതമ്പുരാ സ്വീകരിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരുടെ അമലുകളാ പടച്ചതമ്പുരാ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ ദുനിയാവിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം തഖ്വയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം തഖ്വയാണ്. ആ തഖ്വ പരലോകത്തേക്കുള്ള വിഭവമാണ്. പരലോകത്തേക്കുള്ള വിഭവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. തഖ്വ എന്ന വിഭവം നമ്മുടെ കൂടെയില്ല എങ്കിലോ, തഖ്വ എന്ന വിഭവമായിട്ട് പടച്ചവന്റെ പരലോകത്തേക്ക് നമ്മളെ യാത്ര നടത്തിയിട്ടില്ല എങ്കിലോ, പരാജയത്തിന്റെ പടുകുടിയിലേക്കാ നമ്മൾ ആപതിച്ചു പോകുന്നത്. തഖ്വ എന്ന വിഭവമായിട്ട് പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോ, ദുനിയാവിൽ എനിക്ക് തഖ്വയോടെ ജീവിക്കാമായിരുന്നുവെന്ന് ഓരോരുത്തരും ഖേദിച്ചു പോകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇദാംദലം തർഹൽ ബിസാദിൻ മിനതുകാ വലാകൈത ബഅദൽ മൗതി മൻ ഖദ് തസവദാ നദിംത അലാ അല്ലാ തകൂന കമിസ്ലിഹി وأنك لم ترسل لما كان أرصدا. നീ ജീവിതത്തിൽ തഖ്വയാകുന്ന വിഭവം കൂടെ കരുതാതെയാണ് യാത്രയാകുന്നതെങ്കിൽ, മരണശേഷം ആ വിഭവങ്ങൾ കരുതിയ ഒരാളെ നീ കണ്ടുമുട്ടുകയും ചെയ്താൽ, നദിം തഅല അല്ലാ തകൂന കമിസ്ലിഹി വഅന്നക ലം തുർസിൽ ലമാ കാന അർസദാ. അവനെ പോലെ ആകാത്തതിലും അവൻ മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറെടുത്തതുപോലെ നീ തയ്യാറാകാത്തതിലും നീ അങ്ങേയറ്റത്തെ ഖേദം ഖേദിക്കുന്നതാ. അങ്ങനെ ഖേദിക്കാതിരിക്കണമെങ്കിൽ തഖ്വയാകുന്ന വിഭവം ജീവിത കാലഘട്ടത്ത് ശേഖരിക്കണേ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ തഖ്വയാകുന്ന വിഭവം നമ്മൾ കൂടെ കരുതണം. അങ്ങനെയായാൽ മരിച്ച് പടച്ചവന്റെ അടുക്കലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷത്തോടെ പോകാൻ കഴിയും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരിക, തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. നീ തഖ്വയാകുന്ന വിഭവം കരുതി വെച്ചോ. രാത്രി മൂടിയാ പ്രഭാതം വരെ ജീവിക്കുമോ എന്ന് നിനക്ക് അറിയില്ല. ഫകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ലാഹികാ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയോ യുവാക്കളാ ചിരിച്ചുകൊണ്ട് രാപ്പകൽ തള്ളി നീക്കുന്നത്. അവരുടെ കഫൻ പുടവ നെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നവർക്കറിയുന്നില്ല. രാവും പകലും ചിരിച്ചുകൊണ്ട്, രാവും പകലും കളിതമാശകളിൽ ഏർപ്പെട്ടുകൊണ്ട് എത്രയോ യുവാക്കളാണ് അവരുടെ ജീവിതത്തെ തള്ളി നീക്കുന്നത്. പക്ഷേ അവരറിയുന്നില്ല അവരുടെ കഫൻ പുടവ നെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. فكم من صغير
جاطول عمره وقد أدخلت أجسامهم ظلمة القبر فكم من صغير يرجى طول عمره وقد أدخلت أجسامهم ظلمة القبر ദീർഘായുസ് പ്രതീക്ഷിക്കപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങളാ അവർ ഖബറിലെ ഇരുട്ടിലേക്ക് നേരത്തെ പ്രവേശിച്ചു പോയത്. ഏത് സമയമാണ് മരണം വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏത് സമയമാണ് മരണം വരുന്നത് പറയാൻ പറ്റൂല. തുടക്കത്തിൽ വെച്ച പോലെ ഏത് സമയത്താണ് മരണം വരുന്നെന്ന് പറയാൻ പറ്റൂല. സഹോദരങ്ങളെ, ആ മരണം വരുമ്പോ സന്തോഷത്തോടെ മരിക്കാൻ കഴിയണമെങ്കിൽ സന്തോഷത്തോടെ മരിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലേ, മരണം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. പരലോകത്തേക്ക് യാത്ര നടത്താനുള്ളവരാ ഞാനും നിങ്ങളും. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടോരോ യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണം തോണി ചുറ്റി മുറിയാതെ ദിക്റും ചൊല്ലി ഖബറിലേക്കുള്ളൊരു പോക്ക് ഓർത്തുന്നു നോക്കന്റെ മർത്യ. സഹോദരങ്ങളെ, 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് 6 കാലുള്ള കട്ടിലിൽ കയറ്റി 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിക്കണമെങ്കിൽ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, ആർക്കാ നല്ല മരണം കിട്ടുന്നത്? എല്ലാവർക്കും നല്ല മരണം കിട്ടൂല. എല്ലാവർക്കും ഒന്നും കലിമ ചൊല്ലാൻ പറ്റൂല. ആളുകൾ അടുത്തിരുന്നൊക്കെ പറഞ്ഞു തരും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ എന്നൊക്കെ ആളുകൾ ഇരുന്ന് പറയുന്നുണ്ടാവും, ഒച്ചയ്ക്ക് പറയുന്നുണ്ടാകും. പക്ഷേ നാവനങ്ങൂല. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കാ നല്ല മരണം കിട്ടുന്നത്? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്കാ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രഥമ മുഅദ്ദിനാൻ, വിശ്വാസദാർഢ്യത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും മഹിതമായ മാതൃക ലോകത്തിന് കാഴ്ചവെച്ച മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല മരിക്കാൻ പോവാൻ. ആളുകൾ അടുത്തിരുന്നുണ്ട്, കരയാൻ, ഭാര്യ കരയാൻ, മക്കളെ കരയാൻ. ബിലാൽ റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? എനിക്ക് വിഷമമില്ലല്ലോ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന്റെ പേരിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ എവിടേക്കാ പോകുന്നെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാ ഞാൻ പോകുന്നത്, എന്റെ റബ്ബിലേക്കാ ഞാൻ പോകുന്നത്. നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല, എനിക്ക് വിഷമവും പ്രയാസവും ബേജാറൊന്നുമില്ല. ഒരു ഭാഗം മലക്കുകൾ ഇപ്പോൾ ഈ റൂമിലേക്ക് കടന്നു വരും. അവർക്ക് ഭക്ഷണം ആവശ്യമില്ല, അവർക്ക് വെള്ളം ആവശ്യമില്ല, അവർ സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഈ റൂം മുഴുവനും സുഗന്ധം പൂശുക എന്ന് ഭാര്യയോട് മക്കളോട് പറയാൻ. അങ്ങനെ ഭാര്യയും മക്കളും റൂം മുഴുവനും സുഗന്ധം പൂശുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂമിലേക്ക് കടന്നു വന്ന് റൂഹ് പിടിക്കുകയാണ്. സന്തോഷത്തോടുകൂടി ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം ആർക്കാണ്? മുത്തഖീങ്ങളായ ആളുകൾക്കാ. നാളെ പടച്ചവന്റെ പരലോകത്ത് പോകുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്ത് പോകുമ്പോ എന്റെ സഹവാസം ആർക്കാണ് കിട്ടുമെന്നറിയുമോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട സ്വഹാബിയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു.
അല്ലാഹുവിന്റെ റസൂൽ മുആദിനോട് പറയുകയാണ്, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് മുആദ്, നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് മുആദ്. അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ. എന്റെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ഹറാം ഹലാല് പഠിച്ച പണ്ഡിതനാരെന്നറിയോ? അത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവാണെന്ന് മുഹമ്മദ് മുസ്തഫ. നാളെ പടച്ചവന്റെ പരലോകത്ത് പണ്ഡിതന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാരാ? അത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് മാത്രം പറഞ്ഞ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് ദീനിന്റെ പ്രബോധനവുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കുകയാ. മദീനത്തെ മസ്ജിദ് നബവിയില് സ്വഹാബാക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആയെല്ലാം കഴിഞ്ഞു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഓ മുആദ്, ഒട്ടകപ്പുറത്തേക്ക് കയറ് മുആദ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്തേക്ക് കയറുകയാണ്. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല നബിയുടെ കൂടെ നടക്കുകയാണ്. മദീനയുടെ അതിർത്തി വിട്ടുകിടക്കാൻ നേരത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല നബിയോട് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുആദ്, ഇനി നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയെന്ന് വരില്ല മുആദ്. എന്റെ ഖബറിന്റെ ചാരത്തുകൂടി നിനക്ക് നടന്നു പോകേണ്ടി വരാം മുആദ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല ഇത് കേൾക്കുമ്പോ കണ്ണുനീരോടെ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കിനി അങ്ങയെ കാണാൻ കഴിയില്ലെന്നാണോ പറയുന്നത്? ഒരു നിഴല് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകന്റെ ഈ വാക്യം ഉൾക്കൊള്ളാനായില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല പൊട്ടിക്കരയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുനീരങ്ങ് തുടച്ചിട്ട് പറയുകയാ, ഓ മുആദ്, അവസാനമായി എനിക്ക് നിനക്ക് തരാനുള്ള ഉപദേശം എന്തെന്നറിയോ? ഈ അവസാന നിമിഷത്തിൽ എനിക്ക് നിന്നോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും തഖ്വയോടെ ജീവിച്ചോ. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും പടച്ച തമ്പുരാനെ തഖ്വ ചെയ്തോ. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അൽ മുത്തഖൂൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നോടത്ത് സഹവസിക്കുന്നതാരെന്നറിയോ? നാളെ പടച്ചവന്റെ പരലോകത്ത് കോടാനുകോടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ പരലോകത്ത് എന്റെ സഹവാസം ലഭിക്കുന്നത് ആർക്കെന്നറിയോ? എന്റെ സുഹബത്ത് ലഭിക്കുന്നത് ആർക്കെന്നറിയോ? അൽ മുത്തഖൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവർക്കാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും തഖ്വയിൽ അധിഷ്ഠിതമായി ദുനിയാവിൽ ജീവിക്കാൻ തയ്യാറായാൽ നാളെ മുത്ത് നബിയോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓരോ വെള്ളിയാഴ്ച ദിവസവും ഖതീബ് ഉസ്താദ് അൻവരി ഉസ്താദ് മെമ്പറിൽ കയറി നിന്നുകൊണ്ട് രായത്തോതൂലേ? നമ്മളൊക്കെ കേൾക്കുന്നവരാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ
يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا വല്ലയോ സത്യവിശ്വാസികളെ അല്ലയോ മുഅ്മിനുകളെ ഇത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം കേട്ടോ വഖൂലു ഖൗലൻ സദീദാ ശരിയായ വാക്ക് പറയണം നല്ല വാക്ക് പറയണം എന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അമലുകളെ നന്നാക്കി തരും നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും നാലാളു കൂടുന്ന ഏതൊരു സദസ്സിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആയത്ത് പാരായണം ചെയ്യും നിക്കാഹിന്റെ ഖുതുബയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി അല്ലാഹനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചോ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ആരും മരിക്കരുതേ ഈ ആയത്തിൽ എന്താണ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയൂ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒന്നാമത് നബിയോടൊപ്പം നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കണമെങ്കിൽ വേണ്ട ഗുണം അത് തഖ്വയാ രണ്ടാമത്തെ ഗുണമേതാ സൽ സ്വഭാവമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നന്നാക്കേണ്ടത് അവന്റെ സ്വഭാവത്തെയാണ് ഒരു മനുഷ്യർ ഏറ്റവും കൂടുതൽ നന്നാക്കേണ്ടത് അവന്റെ സ്വഭാവത്തെയാണ് നമ്മൾ ചില ആളുകളെ സംബന്ധിച്ചെങ്കിലും പറയാറുണ്ട് അവൻ നിസ്കാരമൊക്കെ ഉള്ള ആളാ നോമ്പൊക്കെ പിടിക്കുന്ന ആളാ പള്ളിയിലൊക്കെ വാങ്ങി വിളിച്ചാൽ ഉടൻ പള്ളി വരുന്ന ആളാ പക്ഷെ അവന്റെ സ്വഭാവം അത്ര ശരിയല്ല അല്ലേ ചില ആളുകളെ സംബന്ധിച്ചെങ്കിലും നമ്മൾ പറയാറില്ലേ അവന്റെ സ്വഭാവം അത്ര ശരിയല്ല അടുക്കാൻ കൊള്ളൂല അവനോട് സംസാരിക്കാൻ കൊള്ളൂല അവനോട് എന്ന് നമ്മൾ ചിലരെ സംബന്ധിച്ചെങ്കിലും പറയാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവങ്ങളെ നമ്മൾ നന്നാക്കി തീർക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും നമസ്കരിക്കുന്ന സുന്നത്ത് നിസ്കരിക്കുന്ന എല്ലാ ദിവസവും സദഖ കൊടുക്കുന്ന പ്രതിഫലമാണ് ഒരു മനുഷ്യന്റെ അവന്റെ സ്വഭാവത്തെ നന്നാക്കിയാൽ കിട്ടുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലിട്ട് നമ്മുടെ നന്മകളെല്ലാം തൂക്കി നോക്കും നമ്മുടെ നന്മകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കാം റഖീബ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്ന നന്മ എഴുതും അതീദ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്ന തിന്മ എഴുതും ഈ നന്മ തിന്മകൾ 4 തുലാസിലിട്ട് തൂക്കും വിശുദ്ധ ഖുർആനിൽ ചെറുപ്പകാലഘട്ടം മുതലേ നമ്മൾ കേൾക്കുന്ന ആയത്തിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية فأما من ثقلت موازينه ഏതൊരു മനുഷ്യന്റെ മീസാനം എന്ന ത്രാസ് നന്മയുടെ തട്ടിനെ കനം തൂങ്ങുന്നു ഫഹുവ ഫീ ഈശത്തിൻ റാദിയ അവന് തൃപ്തികരമായ ജീവിതം ലഭിക്കുന്നതാണ് വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ മീസാനം എന്ന ത്രാസിലെ നന്മയുടെ തട്ടിന് ഭാരം തൂങ്ങാതെ വന്ന അവന്റെ അഭയസ്ഥാനം നരകമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ നമ്മുടെ നിസ്കാരം, നമ്മൾ പിടിച്ച നോമ്പ്, നമ്മള് ചൊല്ലിയ ദിക്റ്, നമ്മൾ ചൊല്ലിയ സ്വലാത്ത്, സ്വതക്ക, ഇതൊക്കെ മീസാൻ എന്ന ത്രാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കും. ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് എന്തിനാ?
സൽസ്വഭാവത്തിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഇന്നൽ മുഅ്മിന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, യാ സ്വഹാബാ മാ ശൈഉൻ അസ്ഖലു ഫിൽ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസൻ. സത്യവിശ്വാസിയുടെ തുലാസില് സൽസ്വഭാവത്തേക്കാ കനം തൂങ്ങുന്ന വേറൊരു വസ്തുവുമില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ നമ്മുടെ സ്വഭാവങ്ങളെ നാം നന്നാക്കേണ്ടതുണ്ട്. ഭാര്യയോടുള്ള നമ്മുടെ പെരുമാറ്റം നന്നാകേണ്ടതുണ്ട്, മക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം നന്നാകേണ്ടതുണ്ട്, കൂട്ടുകാരോട് കുടുംബക്കാരോട് 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോട്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയോട് നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ചവന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കൂല. നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകളോട് നല്ല രീതിയിൽ വർത്തിക്കാൻ നമുക്ക് കഴിയണം. ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ വളരെ മാന്യമായി കാരുണ്യത്തോടെ പെരുമാറാൻ കഴിയണം. വർത്തമാന കാലഘട്ടത്തിലെ അവസ്ഥയൊക്കെ എന്താണ്? ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? ഉമ്മാനെ ഉപ്പാനെ നോക്കാത്ത മക്കൾ, ഉമ്മാനെ ഉപ്പാനെയും വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞു വിടുന്ന മക്കൾ. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 560ഓളം വൃദ്ധസദനങ്ങൾ ഉണ്ട് എന്ന കണക്കുകൾ സൂചിപ്പിക്കുമ്പോ വൃദ്ധരായ ഉമ്മയും ഉപ്പയും ജീവിച്ചിരുന്നിട്ടും അവർക്ക് ചെലവിന് കൊടുക്കാത്ത, അവരോട് കാരുണ്യത്തോടുകൂടി പെരുമാറാത്ത ആളുകൾക്ക് എങ്ങനെയാണ് സ്വർഗം കിട്ടുക? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എവിടെയാ സ്വർഗമുള്ളത്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിൻ കീഴിലാണ് സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മാനെ പരിചരിച്ചാൽ, പ്രായം ചെന്ന ഉമ്മാനെ നോക്കിയാ എന്ത് കിട്ടും എനിക്കെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, പ്രായം ചെന്ന നിന്റെ ഉമ്മയെ നോക്കിയാൽ, പ്രായം ചെന്ന നിന്റെ ഉപ്പയെ നോക്കിയാൽ നിനക്ക് പകരമായിട്ട് പടച്ചതമ്പുരാൻ സ്വർഗം തരും. പടച്ചതമ്പുരാൻ സ്വർഗം തരും. കേവലം ഒരു മാംസകഷണം മാത്രമായിരുന്ന നമ്മെ സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തിയവരാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. നമുക്ക് പേരിട്ടവർ, കല്ലും മുള്ളും തട്ടാതെ കാത്തു വളർത്തിയവർ, പിശുക്കില്ലാതെ നമ്മളെ സ്നേഹിച്ചവർ, നമുക്കായി ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവർ, നമുക്കായി ഏറ്റവും കൂടുതൽ ദുഃഖിച്ചവർ, ഇന്നവരുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞ് കാണാനൊന്നും വലിയ സൗന്ദര്യമില്ലാതെ, അവരിൽ നിന്നും ഒരു ഉപകാരവുമില്ലാതെ വീടിന്റെ മുറിക്കുള്ളിൽ അവർ കഴിഞ്ഞുകൂടുകയാണ്. വാർദ്ധക്യം ചെന്ന ഈ ഉമ്മമാരോട്, വാർദ്ധക്യം ചെന്ന ഈ ഉപ്പമാരോട് നല്ല രീതിയിൽ പെരുമാറാൻ മക്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് സ്വർഗം ലഭിക്കുന്നത്? അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തിൽ ഉമ്മയെ പരിഗണിക്കുകയും ഉമ്മാനെ പൊന്നുപോലെ നോക്കുകയും ഉമ്മയോടുള്ള പെരുമാറ്റം ഏറ്റവും മനോഹരമാക്കുകയും ചെയ്ത മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ആരാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. സഹാബിയാകാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിനെ കണ്ടില്ല. എന്താണ് റസൂലുള്ളാഹിനെ കാണാതിരിക്കാനുള്ള കാരണമെന്നറിയോ? പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മയോട് പലപ്പോഴും ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല ചോദിക്കുന്നു, ഉമ്മ, മദീനയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, മദീനയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ആ പ്രവാചകനെ ഞാൻ ചെന്ന് കാണട്ടെ ഉമ്മ. ഉമ്മയോട് ചോദിക്കുമ്പോ ഉമ്മ പറയാ, പൊന്നുപോരെ, ഞാൻ പ്രായം ചെന്ന് വല്ലാതെ വിഷമത്തിലാണ്, സങ്കടത്തിലാ, എനിക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ കഴിയില്ല, എനിക്ക് സ്വന്തമായിട്ട് നടക്കാൻ കഴിയില്ല, നീ പോയാ പിന്നെ എനിക്കാരാ ഉള്ളത്, അതുകൊണ്ട് പോകല്ലടാ, എന്നെ ഇട്ടേച്ച് പോകല്ലടാ എന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്
കൊടുത്തതുകൊണ്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മാനെ പരിചരിക്കുകയാണ്. റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഉമ്മയുടെ ഖിദ്മത്തിലായി ജീവിച്ച വ്യക്തിയാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. യമനിൽ നിന്ന് മക്കയിലേക്ക് 850 കിലോമീറ്റർ ദൂരമുണ്ട്. ഇന്നത്തെ പോലെ ടാർ ചെയ്ത റോഡുകളോ വിശ്രമ കേന്ദ്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കല്ലും മുള്ളും നിറഞ്ഞ മലനിരകളും ഉഷ്ണമേറിയ മരുഭൂമികളും താണ്ടിയ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രായം ചെന്ന ഉമ്മയെയും ചുമലിലേറ്റി ഹജ്ജിന് പോയത് സ്വന്തം കഷ്ടപ്പാടുകൾ നോക്കാതെ ഉമ്മാന്റെ ആഗ്രഹം നിറവേറ്റി കൊടുത്ത, ഉമ്മാനെ പൊന്നുപോലെ നോക്കിയ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാ, യാ സ്വഹാബാ ഇന്ന ഖൈറ താബിഈന റജുലുൻ, താബിഈങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, യുഖാലു ലഹു ഉവൈസ്, അദ്ദേഹത്തിന്റെ പേര് ഉവൈസ് എന്ന, വലഹു വാലിദാ, അദ്ദേഹത്തിനൊരു മാതാവുണ്ട്, ഹുവ ബിഹാ ബിർറുൻ, അദ്ദേഹം തന്റെ ഉമ്മയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഫമൻ ലഖിയഹു മിൻകും ഫലസ്തഗ്ഫിർ ലക്കും, നിങ്ങളിൽ ആരെങ്കിലും അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചോ, നിങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരാൻ വേണ്ടി ഉവൈസുൽ ഖർനിയെ കൊണ്ട് ദുആ ചെയ്യിച്ചോ. മുസ്തജാബ് ദഅവയാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു എന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബാക്കളോട് പറഞ്ഞുവെങ്കിൽ വലിയ ഉത്തരം കിട്ടാനുള്ള കാരണം എന്താണ്? ദുആ ചെയ്താൽ അദ്ദേഹത്തിന് ഉത്തരം കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? ഉമ്മാനെ പൊന്നുപോലെ നോക്കിയത് കൊണ്ടാണ്. ഉമ്മാനോടുള്ള പെരുമാറ്റം മോശമായാൽ ഈമാൻ കിട്ടി മരിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമ്മാനോടും ഉപ്പാനോടും നല്ല രീതിയിൽ പെരുമാറാൻ മക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ അവൻ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും ശരി, എത്ര വലിയ ആലിമാണെങ്കിലും ശരി, എത്ര വലിയ മനുഷ്യനാണെങ്കിലും ശരി, അവന് കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വഹാബിക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന സഹവസിച്ച സ്വഹാബി വര്യന് കലിമ ചൊല്ലാൻ സാധിച്ചില്ല. എന്തേ കാരണം? മരിക്കാൻ നേരത്ത് കലിമ ചൊല്ലാൻ കഴിയാതെ പോയത് ഉമ്മാനോടുള്ള പെരുമാറ്റം മോശമായി എന്നതുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയുമല്ലോ മഹാനായ അൽഖമാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം. ഭക്തനായ വിശുദ്ധനായ സ്വഹാബിയ, സുന്നത്തിനോട് അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയുള്ള സ്വഹാബി വര്യനായിരുന്നു ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ കൂടുതൽ സ്നേഹിച്ചിരുന്ന സ്വഹാബി വര്യന മഹാനായ അൽഖമാ റളിയല്ലാഹു തആല അൻഹു. അൽഖമാ റളിയല്ലാഹു തആല അൻഹുവിനെ മാരകമായ രോഗം പിടികൂടുകയാണ്. കിടപ്പിലായി പോയ അൽഖമാ റളിയല്ലാഹു തആല അൻഹുവിനെ പരിചരിക്കാൻ വേണ്ടി ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു തആല അൻഹുവിനെയും ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ നിയോഗിക്കുകയാണ്. അൽഖമാ റളിയല്ലാഹു തആല അൻഹുവിനെ കലിമ ചൊല്ലി കൊടുക്കുകയാ. പ്രിയപ്പെട്ടവരെ, അൽഖമാ റളിയല്ലാഹു തആല അൻഹു കലിമ ചൊല്ലുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമാ റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നില്ല, നാവ് ചലിക്കുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അൽഖമ കലിമ ചൊല്ലുന്നില്ല നബിയേ. പറഞ്ഞു കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നില്ല നബിയേ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? വാപ്പ നേരത്തെ മരണപ്പെട്ടു പോയി. പ്രായം തന്നവരുമ്മയുണ്ട്, പ്രായം തന്നവരുമ്മയുണ്ട്. ആ ഉമ്മ എവിടെയുണ്ടെങ്കിലും എന്റെ അടുക്കലേക്ക് കടന്നു വരാൻ പറ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയോട് പറയുകയാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നുണ്ട്, കേൾക്കേണ്ട താമസമാ. ഉമ്മ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്, മുത്തുനബിയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഉമ്മാനോട് ചോദിക്കുന്നുമ്മ, നിങ്ങളും അൽഖമയും തമ്മിൽ എങ്ങനെയാണ്? നിങ്ങളും അൽഖമയും തമ്മിൽ എങ്ങനെയാണ്? ആ സമയത്ത് ആ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അവൻ ഇബാദത്തുള്ള മനുഷ്യനാണ്, അവൻ നിസ്കാരമുള്ളവനാ, അവൻ ഇബാദത്തുകളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുന്നവനാ. പക്ഷേ എന്നോടുള്ള പെരുമാറ്റം മോശമായിരുന്നു. അതിനാൽ എനിക്ക് അവനോട് വെറുപ്പുണ്ട്, അവനോട് എനിക്ക് വെറുപ്പുണ്ട്. പലപ്പോഴും അവന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് എന്നോട് കയർത്ത് സംസാരിക്കുമായിരുന്നു, എന്നോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. കാന യുഅസ്സിറു അലയ്യ സൗജതഹു വയസീനി. അവൻ എന്നേക്കാൾ കൂടുതൽ പരിഗണന അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കുമായിരുന്നു, അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കുമായിരുന്നു. എന്നെ അവൻ അവഗണിക്കുമായിരുന്നു. സങ്കടത്തോടെ വിഷമത്തോടെ ആ പ്രിയപ്പെട്ട ഉമ്മ മുത്തുനബിയോട് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പരാതി പറയുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ബിലാൽ വിറക് ശേഖരിക്കു, ബിലാൽ വിറക് ശേഖരിക്കു ബിലാലേ. അൽഖമയെ തീയിലിട്ട് കരിച്ചു കളയാം ബിലാലേ, അൽഖമയെ തീയിലിട്ട് കരിച്ചു കളയാം ബിലാലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നത് ആ ഉമ്മാന്റെ കാരുണ്യം ഉണരാൻ വേണ്ടിയാണ്, ആ ഉമ്മാന്റെ കാരുണ്യം ഉണരാൻ വേണ്ടിയാണ്. ഇത് കേൾക്കേണ്ട താമസം ആ ഉമ്മ മുത്തുനബിയോട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോനെ വിറകിൽ അടുപ്പിട്ട് കരിക്കല്ല നബിയേ, എന്റെ പൊന്നുമോനെ കരിക്കല്ല നബിയേ. ഞാൻ അവനക്കിതാ പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയേ, ഞാൻ അവനക്കിതാ മാപ്പ് നൽകുകയാണ് നബിയേ. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ബിലാലിനോട് പറയുന്നു, ബിലാൽ ഇന്തലിക് യാ ബിലാൽ ഫൻദുർ ഹൽ യസ്തതിഉ അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെന്ന് നോക്കൂ ബിലാലേ, ചെന്ന് നോക്കൂ ബിലാൽ, അൽഖമയ്ക്ക് ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നുണ്ടോ എന്ന്, അൽഖമയ്ക്ക് ഇപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പോയി നോക്കൂ ബിലാലേ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല ഓടുകയാണ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തെത്തുമ്പോ അൽഖമ റളിയല്ലാഹു അൻഹു ഉറക്കെ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമ പറയുകയാ പ്രിയപ്പെട്ടവരെ, കലിമ ചൊല്ലി മരിക്കുകയാണ്. ഇതിനുശേഷം പ്രവാചകൻ അവിടെ നടത്തിയ ഒരു പ്രഭാഷണത്തില്, അവിടെ നടത്തിയ ഒരു പ്രസംഗത്തില് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൻ ആസറ സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ആരെങ്കിലും തന്റെ മാതാവിനെ വിഷമിപ്പിച്ചുകൊണ്ട്, തന്റെ മാതാവിനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് തന്റെ ഭാര്യയ്ക്ക് ഒരാള് മുൻഗണന നൽകിയ അള്ളാഹുവിന്റെ ശാപം അവനുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉമ്മാനെ സങ്കടപ്പെടുത്തരുത്, ഉമ്മാനെ മാനസികമായി പ്രയാസപ്പെടുത്തരുത്. ഉമ്മാനെ പ്രയാസപ്പെടുത്തിയാൽ കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല. അൽഖമ റളിയല്ലാഹു അൻഹു മരിക്കാൻ ആദ്യം കഴിയാതിരുന്നത് ഉമ്മാനെ വിഷമിപ്പിച്ചത് കൊണ്ടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മാനോടുള്ള പെരുമാറ്റം നന്നാകണം.
വാപ്പാനോടുള്ള പെരുമാറ്റം നന്നാകണം, നല്ല സ്വഭാവത്തിന്റെ ഉടമയാകണം. ഭാര്യമാരോടും നല്ല രീതിയിൽ വർത്തിക്കണം. ഭർത്താക്കന്മാർ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കണം. ഭാര്യമാർ ഭർത്താക്കന്മാരോടും നല്ല രീതിയിൽ വർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരുടെയും പ്രാക്ക് മേടിച്ച് കെട്ടരുത്. ആരുടെയും പ്രാക്ക് മേടിച്ച് കെട്ടരുത്. ഒരാളെയും നമ്മൾ ആക്രമിക്കരുത്. ഒരാളെയും നമ്മൾ ദ്രോഹിക്കരുത്. ഉപകാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു മനുഷ്യനെയും നമ്മൾ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിച്ചാൽ മരണം ഭയാനകമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ തറാ ഇദിൽ ളാലിമൂൻ ഫീ ഗമറാത്തിൽ മൗത്ത് والملائكة باسطوا أيديهم ولو ترى إذ الظالمون في غمرات الموت. അക്രമികളായ ആളുകൾ അവരുടെ മരണത്തിന്റെ ആ ഭയാനകമായ അവസ്ഥ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ലോകത്താരോടെങ്കിലും നമ്മൾ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭാര്യമാരോടാകട്ടെ, നമ്മുടെ അയൽവാസികളോടാകട്ടെ, നമ്മുടെ കൂട്ടുകാരോടോ കുടുംബക്കാരോടോ ആരോടുമാകട്ടെ, അക്രമം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് സക്കറാത്ത് ഭാരമാകും എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവങ്ങളെ നാം നന്നാക്കി തീർക്കണം. നല്ല സ്വഭാവം, നല്ല സ്വഭാവം. സൽസ്വഭാവികളായ ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടും. സൽസ്വഭാവികളായ ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടും. ദുസ്വഭാവികളെ ആരും ഇഷ്ടപ്പെടൂല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. നബിതങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണം നബിതങ്ങളുടെ സ്വഭാവം നല്ലതായിരുന്നു എന്നതാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. അങ്ങൊരു പരുഷ പ്രകൃതക്കാരനായിരുന്നെങ്കിൽ, കഠിന സ്വഭാവം മോശമായിരുന്നെങ്കിൽ അങ്ങയുടെ അടുക്കലേക്ക് ഒരാളും വരൂലായിരുന്നു. അങ്ങ് നല്ല സ്വഭാവത്തിന്റെ ഉടമയായതുകൊണ്ടാണ് അങ്ങയുടെ അടുക്കലേക്ക് ആളുകൾ ഒത്തുകൂടുന്നത് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ. ولم يدانوه في علم ولا كرم فإنه فاضل شمس هم كواكبها يظهرن أنوارها للناس في الظلام مولاي صل وسلم على حبيبك خير الخلق كلهم مولاي صل وسلم. സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റ് നബിമാരെക്കാൾ മേലെയാണ്. ലോകത്ത് ഏതെല്ലാം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടോ
ആ സൃഷ്ടിച്ച വ്യക്തിയിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് മാസങ്ങൾ കഴിഞ്ഞപ്പോ സ്വഹാബത്ത് കടന്നു ചെല്ലുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, ഉമ്മാ, റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? അവിടുത്തെ വൈവാഹിക ജീവിതത്തെ പറ്റി, അവിടുത്തെ ദാമ്പത്യ ജീവിതത്തെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് സ്വഹാബാക്കൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത്ര നല്ല ഒരു മനുഷ്യരെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ലെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ സഹാബാക്കൾ ചോദിക്കുന്നു, ഉമ്മാ, നബി തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? കാന ഖുലുഖുൽ ഖുർആൻ, മുത്തുനബിയുടെ സ്വഭാവം ഖുർആനായിരുന്നുവെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ പരിശുദ്ധമായ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും നബി തങ്ങളുടെ സ്വഭാവത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ പുകഴ്ത്തി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم وإنك لعلى خلق عظيم. താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്മേലാണെന്ന് അല്ലാഹ് പറയാ. അല്ലാഹ് സർട്ടിഫിക്കറ്റ് ചെയ്തു, താങ്കളെ പോലെ നല്ല ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ പറ്റി പാടാതെ പോയ പാട്ടുകാരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ പറ്റി പ്രശംസിക്കാതെ പോയ പ്രഭാഷകരില്ല. എല്ലാവരും റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞല്ലോ, പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ. കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം. കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം. ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം. കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാതെ പോയ പ്രഭാഷകരില്ല. മുത്തുനബിയുടെ സ്വഭാവത്തിന്റെ വർണ്ണന പറയാത്ത പാട്ടുകാരില്ല. എല്ലാവർക്കും നബി തങ്ങളോട് മതിപ്പായിരുന്നു. നബി തങ്ങളുടെ ഏറ്റവും ഉന്നതമായ ഒരു ഗുണം പരിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്തത് വിട്ടുവീഴ്ചയാണ്. ഏറ്റവും ഉന്നതമായ ഗുണമാണ് വിട്ടുവീഴ്ച. ഒരാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഗുണം വേറെ ഒന്നില്ല. ആക്രമിച്ച ആളുകൾക്ക്, തന്നെ ദ്രോഹിച്ച ആളുകൾക്ക്, തന്നെ നാട്ടിൽ നിന്ന് നാട്ടിൽ പുറത്താക്കിയ ആളുകൾക്ക് എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാപ്പ് കൊടുക്കുകയാണ്. മക്കം ഫതഹിന്റെ അന്ന് തങ്ങളെ ദ്രോഹിച്ച, തങ്ങളെ ആക്രമിച്ച, തങ്ങളെ ജനിച്ച നാട്ടിൽ നിന്ന് നാട്ടിൽ പുറത്താക്കിയ ആളുകൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. മക്കയിൽ എന്തുമാത്രം പ്രയാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചെന്നറിയോ?
നബിതങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചു മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ. മഹാകവി വള്ളത്തോൾ മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റി, പരീക്ഷണങ്ങളെ പറ്റി പറഞ്ഞു തരുന്നുണ്ട് മഹാകവി വള്ളത്തോൾ. വിജ്ഞാനഗർഭം തിരുമൗലി തൊട്ട് സന്മാർഗ സഞ്ചാരി പദം വരയ്ക്കും പാം സുൽക്കരം പറ്റിയ ശുദ്ധിമാനെ പാർത്തങ്ങു തെമ്മാടികൾ കൂക്കിയാർത്തോ. അയ്യയ്യ മൺകൊണ്ട വിശക്തനായി കഴിഞ്ഞുവല്ലോ മതസാർവഭൗമൻ. അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന ബോധി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തി പാനേ ലഭിച്ചുള്ളു നമുക്കു ഭാഗ്യം. അടിമുതൽ മുടിവരെ സന്മാർഗത്തിൽ സഞ്ചരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അടിമുതൽ മുടിവരെ സന്മാർഗത്തിൽ സഞ്ചരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മനുഷ്യ സ്നേഹിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ ചാർത്തി. അവരൊക്കെ മക്കം ഫതഹിന്റെ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പ്രതികാര നടപടി ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, അന്ത അഖുൻ കരീം, അങ്ങ് ഞങ്ങളുടെ മാന്യനായ സഹോദരനാണ്. വബിനു അഖിൻ കരീം, മാന്യനായ സഹോദരന്റെ മകനുമാണ്. അങ്ങയിൽ നിന്ന് ഞങ്ങൾ നല്ലതല്ലാതെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സ്വഹാബാക്കൾ വിളിച്ചു പറയുന്നുണ്ട്, ഇത് പ്രതികാരത്തിന്റെ ദിവസമാ, ഞങ്ങളോട് ചെയ്തതിന് ഞങ്ങൾ കണക്ക് ചോദിക്കുമെന്ന് സഹാബത്ത് വിളിച്ചു പറയുമ്പോ, അൽ യൗമു യൗമുൽ മൽഹമ എന്ന് വിളിച്ചു പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയല്ല സ്വഹാബ, അങ്ങനെ പറയല്ലേ, ഇത് കാരുണ്യത്തിന്റെ ദിവസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങൾ എല്ലാരോടും കാരുണ്യത്തോടെ പെരുമാറി. തന്നെ ആക്രമിച്ചവരോട്, തന്നെ ദ്രോഹിച്ചവരോട്, തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നവരോട് പോലും തനിക്ക് താങ്ങായി തണലായി നിന്ന മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ. ഇസ്ലാമിന്റെ പ്രബോധന മേഖലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങായി നിന്ന തണലായി നിന്ന ഹംസ റളിയല്ലാഹു തആല അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ വധിക്കപ്പെടുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ചാട്ടുളി പ്രയോഗത്തിലൂടെ വഹിച്ച് കൊലപ്പെടുത്തുകയാണ്. ഈ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൃതശരീരം ഹിന്ദെന്ന പെണ്ണിന് കൊണ്ടുപോയി കൊടുക്കുമ്പോ ഹിന്ദെന്ന പെണ്ണ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചു കുത്തി കീറുകയാണ്. ഹൃദയം പറിച്ചെടുത്തിട്ട് ചവച്ചു തുപ്പുകയാ, കണ്ണ് പിഴുതെടുക്കുകയാണ്. വികൃതമാക്കപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നിന് 30 ഞാൻ പകരം വീട്ടും, ഒന്നിന് 30 ഞാൻ പകരം വീട്ടുന്നതാ. ഈ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകനായ വഹ്ശിയുണ്ടല്ലോ, മക്കം ഫതഹിന് ശേഷം പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. മുഖം മൂടി ധരിച്ചിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകനായ വഹ്ശി കടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുമ്പോ, ഞാൻ വഹ്ശിയാണ് നബിയേ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്ന വഹ്ശിയാണ് ഞാൻ, അങ്ങയുടെ പ്രിയപ്പെട്ട പിതൃവ്യനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച മനുഷ്യനാണ് ഞാൻ, എനിക്ക് മാപ്പ് തരുമോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മകൾ കടന്നു വരികയാണ്. തന്റെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓർമ്മകൾ കടന്നു വരികയാണ്. കണ്ണുനീര് തുടച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്ശിക്ക് മാപ്പ് കൊടുക്കുകയാണ്. വഹ്ശി നിനക്ക് മാപ്പ്, വഹ്ശി നിനക്ക് മാപ്പ്. ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്, നീ എന്റെ മുന്നിലേക്ക് കടന്നു വരരുത് വഹ്ശി,
നിന്നെ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട പിതൃവനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ എനിക്ക് ഓർമ്മ വരികയാണ്. ആ ഉഹദിന്റെ രണാങ്കണത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൃതശരീരം എന്റെ മുന്നിൽ ഞാൻ കാണുകയാണ്. വഹ്ശി, നിനക്ക് ഞാൻ മാപ്പ് തന്നു, പക്ഷേ എന്റെ മുന്നിലേക്ക് വരരുത് വഹ്ശി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ആ സ്വഭാവത്തെയാണ് ഞാനും നിങ്ങളും ഒക്കെ പിൻപറ്റേണ്ടത്. നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. കുറെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടാമെന്ന് ഒരു മനുഷ്യനും വിചാരിക്കണ്ട. 5 വഖത്ത് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ സ്വഭാവം മോശമാണെങ്കിൽ പടച്ചവന്റെ പരലോകത്ത് പരാജയപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇരുന്നു മടുത്താ ആമീൻ പറച്ചലിനൊക്കെ ഒരു ഉഷാറ് പോരാ. ഇരുന്നു മടുത്തോ? 11 നിർത്താം ഇൻഷാ അല്ലാഹ്. 11:15 ഒരു അരമണിക്കൂർ ഇരിക്കോ? ഒന്ന് എഴുന്നേറ്റ് ഒരു സലാത്തുല്ലിട്ടിരിക്കാം. അപ്പൊ ഒന്ന് ഉറക്കമൊക്കെ ഒന്ന് മാറിക്കോളും. ഒന്ന് സലാത്തുല്ലിക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പോകാനുള്ള സലാത്തല്ല കേട്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരുന്നോളിൻ. അല്ലാഹു ഈ സലാത്തിനെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഈ സലാത്തിനെ കബൂലാക്കുമാറാവട്ടെ. നാളെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മുടെ സ്വഭാവമൊക്കെ നമ്മൾ നന്നാക്കുക. അങ്ങനെ നന്നാക്കിയാൽ നമുക്ക് കിട്ടുന്നത് നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിൽ നമുക്ക് കടക്കാൻ കഴിയും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, യാ സ്വഹാബാ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ആരെന്നറിയോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ ആരെന്നറിയോ? അലാ ഉഖ്ബിറുക്കും ബിഅഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ എൻ്റെ അടുക്കൽ ഇരിപ്പിടമുള്ളത് ആർക്കെന്നറിയോ? അഹ്സനുഹും ഖുലുഖാ. ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾക്ക്, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകള് എന്നോടൊത്ത് നാളെ സ്വർഗത്തിലുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ നമ്മുടെ സ്വഭാവങ്ങളെ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അടുത്ത ഗുണമേതാ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ വേണ്ട അടുത്ത ഗുണമേതാണ്? അത് സലാത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഞാൻ ചെയ്യുന്നു, എന്റെ മലക്കുകളും ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ടല്ലോ, അത് സലാത്താണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹ് പറയുകയാണ് വിശുദ്ധമായ ഖുർആനിൽ, ഞാൻ ചൊല്ലുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, എന്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണേ എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം അത് സലാത്താ. പ്രിയപ്പെട്ടവരെ, ഞാൻ നമസ്കരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്ന ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ല. ഞാൻ നോമ്പ് പിടിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കുന്ന ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ല. ഞാൻ സദഖ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും സദഖ ചെയ്യണമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ല. ഞാൻ ചെയ്യുന്നു, എന്റെ മലക്കുകളും ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് സ്വലാത്താണ്. ഒരു മനുഷ്യൻ നിത്യമായി സ്വലാത്ത് ചൊല്ലിയ മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് അധികരിപ്പിച്ച റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ കഴിയും. അങ്ങനെ കണ്ട ഒരുപാട് മഹാന്മാരുണ്ട്. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട വ്യക്തിയാ പ്രിയപ്പെട്ടവരെ. ഹിജ്റ 150 ഫലസ്തീനിലെ ഗസയിൽ ജനിച്ച് 7-ാം വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനപ്പാഠമാക്കി ഭൂതലമാകെ വിജ്ഞാനം വാരി വിതറിയ മനുഷ്യനാണ് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടയാളാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടയാളാണ്. ഹിജ്റ 80 കൂഫയിൽ ജനിച്ച് 10-ാം വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനപ്പാഠമാക്കി വാഗ്മൈഫവത്തിലൂടെ സംവാദ ശൈലിയിലൂടെ യുക്തിവാദികളും ദൈവനിഷേധികളുമാകുന്ന പ്രതിയോഗികളെ മുഴുവനും തറപറ്റിച്ച് ഭരണാധികാരികളുടെ പാരിതോഷികങ്ങളുടെ മുന്നിൽ ആദർശത്തെ പണയപ്പെടുത്താതെ ജീവിച്ച മഹാനാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. നബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നയാളാ. മുത്തുനബിയുടെ മദ്ഹ് കാവ്യം ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ഗ്രന്ഥം രചിച്ച മഹാനാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ഗ്രന്ഥവുമായിട്ട് റൗളയിലേക്ക് വരികയാണ്. റൗള ശരീഫിന്റെ ചാരത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പാടുകയാണ്. യാ സയ്യിദസ് സാദാത്ത് ജീതുക ഖാസിദാ അർജു റിളാക വഅഹ്തമി ബിഹിമാക യാ മാലികി കുൻ ഷാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാലി ഗിനാക. ഉന്നത നേതാവായവരെ, അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാ. അങ്ങയുടെ പൊരുത്തം ഞാൻ പ്രതീക്ഷിക്കുകയാ. എന്റെ ഇല്ലായ്മകളിൽ അങ്ങനെക്ക് ശുപാർശകനാകണം നബിയേ. അന ത്വാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക. അങ്ങയുടെ ഔദാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ ഔദാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഈ അബൂ ഹനീഫയ്ക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ലെന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി റൗള ശരീഫിന്റെ ചാരത്ത് നിന്നുകൊണ്ട് പാടുകയാ. അങ്ങനെ പാടി പാടി ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ വന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം നമുക്കറിയാം. പക്ഷാഘാതം പിടിപെട്ട മനുഷ്യനാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതാൻ അദ്ദേഹം നേർച്ചയാക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതുകയാണ്. വാമുന്ദു അൽസംതു കാരിമദാഇഹുഹു വജത്തുഹു ലിഖലാ خير ملتزم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. നബിതങ്ങളുടെ മദ്ഹ് ഞാൻ തീർച്ചപ്പെടുത്തി. അപ്പോൾ അതെന്റെ രക്ഷയുടെ വഴിയായി മാറിയെന്ന് മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് അധികരിപ്പിച്ചാൽ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയാൽ, റസൂലുള്ളാഹിന്റെ മൗലിദുകൾ പാരായണം ചെയ്ത അവന് കിട്ടുന്നത് എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള തൗഫീഖാണ്. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള തൗഫീഖാണ്. മാത്രമല്ല, നാളെ പടച്ചവന്റെ പരലോകത്ത് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് എന്റെ സഹവാസം ലഭിക്കുന്നത് ആർക്കാണെന്നറിയോ? എന്റെ അടുത്ത് ഇരിപ്പിടമുണ്ടാകുന്നത് ആർക്കെന്നറിയോ? അക്സറുഹും അലയ്യ സ്വലാത്താ, ആരാ എന്റെ മേൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയത് അവർക്കാണ് എന്റെ അടുത്ത് സുഹബത്തുണ്ടാകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ.
അപ്പൊ റസൂലുള്ളാഹിക്ക് ധാരാളമായി നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനും കഴിയും. നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിൽ നമുക്ക് സഹവസിക്കാനും കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഒരു വിഷയം കൂടെ പറയാം. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും സഹോദരിമാരൊക്കെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. നമ്മുടെ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി, നമ്മുടെ മക്കാം ഉറൂസിന്റെ വിജയത്തിനു വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ റഹീമായ അല്ലാഹുവേ, ആരൊക്കെ സഹായിക്കുന്നു അവർക്ക് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. റസൂലുള്ളാഹിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള മഹാഭാഗ്യം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് ആരും എഴുന്നേറ്റ് പോകല്ലേ. ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമുക്ക് ദുആയിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിൽ നമുക്ക് സഹവസിക്കണമെങ്കിൽ നാലാമത് നമുക്ക് വേണ്ട ഗുണം റസൂലുള്ളാഹിനെ ആത്മാർത്ഥമായി സ്നേഹിക്കലാണ്, റസൂലുള്ളാഹിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടലാണ്. നമ്മളൊക്കെ യഥാർത്ഥ സത്യവിശ്വാസിയാകണമെങ്കിൽ, യഥാർത്ഥ മൂമിനാവണമെങ്കിൽ പ്രവാചകൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നു, ലാ യുമിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഈ ലോകത്ത് ആരെക്കാളും എന്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള സകലമാന വസ്തുക്കളെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാവുക, വിശ്വാസം പൂർണ്ണമാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ ആരെക്കാളും സ്നേഹിക്കേണ്ടത്, എന്തിനേക്കാളും സ്നേഹിക്കേണ്ടത്, സമ്പത്തിനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, എല്ലാത്തിനേക്കാളും സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. സഹാബാക്കളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജീവൻ കൊടുക്കാൻ പോലും സഹാബത്ത് തയ്യാറായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ മഹാന്മാരായ സ്വഹാബത്ത് തയ്യാറായിരുന്നു. ആരാണ് പ്രിയപ്പെട്ടവരെ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനവുമായി പ്രചാരണം ആരംഭിക്കുമ്പോൾ പ്രാരംഭ ദശയിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബിയ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൈകാലുകളിൽ ചങ്ങല ബന്ധിച്ചു ദിവസങ്ങളോളം പട്ടിണിക്കിടുകയാണ്, ദിവസങ്ങളോളം പട്ടിണിക്കിടുകയാ. അവസാനം ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാ. കൈകാലുകളൊക്കെ വലിഞ്ഞു മുറുക്കി മരത്തിലേക്ക്, തൂക്കുമരത്തിലേക്ക് കയറ്റുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തേക്ക് ശത്രുക്കൾ അമ്പെയ്യുകയാണ്. ആ സമയത്ത് ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഓരോ അമ്പ് തന്റെ ശരീരത്തിലേക്ക് തുളച്ച് കയറുമ്പോഴും അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുകയാണ്. ഈ സമയത്ത് ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ ചോദിക്കുകയാണ്, ഹുബൈബേ, ഈ സ്ഥാനത്ത് മുഹമ്മദ് വരണമെന്നും നീ സുരക്ഷിതമായി വീട്ടിലിരിക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്നോ ഒരു വാക്ക് പറഞ്ഞാ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ പറയുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്റെ ഭാര്യ സന്താനങ്ങളോടുകൂടി ഞാൻ സുഖജീവിതം നയിച്ചിട്ട് എന്റെ ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലില് ഒരു മുള്ള് തറക്കുന്നത് പോലും, ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല. ഫലസ്തു ഉബാലി ഹീന ഉഖ്താലു മുസ്ലിമാ അലാ അയ്യ ജംബിൻ കാന ഫില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇയശാ يبارك على أوصال سلب ممزعي. മുസ്ലിമായി കൊല ചെയ്യപ്പെടുക എന്നത് എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. എവിടെ മരിച്ചു വീണാലെന്താ, എവിടെ മരിച്ചു വീണാലെന്താ, അവസാനം ഞാൻ എത്തിച്ചേരേണ്ടത് എന്റെ റബ്ബിലേക്കാണല്ലോ. അവൻ ഉദ്ദേശിച്ചാൽ ശിഥിലീകരിക്കപ്പെടുന്ന ഈ ജഡത്തിന്റെ ഓരോ നുറുങ്ങുകളിലും അനുഗ്രഹം വർഷിക്കുന്നതാണ്. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു തആല
തആലാനു തൂക്കി കൊല്ലുകയാണ് പ്രിയപ്പെട്ടവരെ. ഹുബൈബ് റളിയല്ലാഹു തആലാനുവിനെ ശത്രുക്കൾ തൂക്കിലേറ്റുകയാണ്. അവർക്കൊക്കെ റസൂലുള്ളാഹിയോട് എത്രമാത്രം സ്നേഹമായിരുന്നു, റസൂലുള്ളാഹിയോട് എത്രമാത്രം ഇഷ്ടമായിരുന്നു. ഉമ്മു ഉമാറ റളിയല്ലാഹു തആലാനുവിന്റെ ചരിത്രം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആരാണ് ഉമ്മു ഉമാറ റളിയല്ലാഹു തആല അൻഹ? പരിശുദ്ധ ദീനിനായി ത്യാഗമേറെ സഹിച്ചുള്ള മുത്തായ തങ്ങളുടെ മുന്നിലായി നിലകൊണ്ട ഉഹദിന്റെ വീരിമാറിൽ ധീരമായി പൊരുതിയ അഗ്നി പരീക്ഷണ ഗോദയിൽ നിന്നും നിലകൊണ്ട ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മദീനയിൽ നിന്ന് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വന്ന സ്വഹാബി വനിതയാ മഹദിയായ ഉമ്മു ഉമാറ. ഉഹദിന്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വധിക്കപ്പെട്ടു എന്ന് ശത്രുക്കൾ പറഞ്ഞു വരത്തുകയാണ്. ഉഹദിൽ നബി തങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് ശത്രുക്കൾ പറഞ്ഞു വരത്തുമ്പോ ഉമ്മു ഉമാറ റളിയല്ലാഹു തആല അൻഹ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഐന റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ളാഹ് എവിടെ, എന്റെ ഹബീബ് എവിടെ, എന്റെ നബി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉമ്മു ഉമാറ റളിയല്ലാഹു തആല അൻഹ ഉഹദിന്റെ പോർക്കളത്തിലൂടെ ഓടുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശത്രുക്കളോട് പോരാടുന്നത് കാണുന്നത്. നബി തങ്ങളുടെ നേരെ ശത്രുക്കൾ അമ്പെയ്യുമ്പോ മുത്ത് നബിയുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. ശത്രുക്കളെയുന്ന ഓരോ അമ്പും സ്വന്തം ശരീരം കൊണ്ട് തടയുകയാണ്. 13 അമ്പുകളേറ്റിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ വീണു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മു ഉമാറെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ഉമ്മു ഉമാറ റളിയല്ലാഹു തആല പറയുകയാ, യാ റസൂലല്ലാഹ്, ഒന്ന് ദുആ ചെയ്യ നബിയേ, ഒന്ന് പ്രാർത്ഥിക്ക നബിയേ, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കണം നബിയേ, അങ്ങയുടെ സഹവാസം എനിക്ക് വേണം നബിയേ. ഉടൻ തന്നെ റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽഹാ റുഫഖാഇ ഫിൽ ജന്നാ. പടച്ചവനെ, ഉമ്മു ഉമാറയ്ക്ക് എന്റെ സുഹബത്ത് കൊടുക്കണേ അല്ലാ, എന്റെ സഹവാസം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, സഹാബാക്കൾ ഏറ്റവും കൂടുതൽ കൊതിച്ചത് മുത്ത് നബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കാനാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കൊതിക്കേണ്ടത്, പടച്ചവനോട് ദുആ ചെയ്യേണ്ടത് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിൽ കിടക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ. ഇന്ന് ഞാൻ പറഞ്ഞ ഈ 4 കാര്യം എന്ന് പറഞ്ഞു. ഏതാ ഒന്നാമത് വേണ്ട ഗുണം? ഏതാ മറന്നുപോയോ? അൽഹംദുലില്ലാഹ്, ഓർമ്മയുണ്ടല്ലോ. തഖ്വ അല്ലേ? തഖ്വയോടെ ജീവിക്കുക ഒന്നാമത്. രണ്ടാമത് സൽസ്വഭാവം. 1 തഖ്വ, 2 സൽസ്വഭാവം, 3 സ്വലാത്ത്, 4 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുക. ഈ 4 ഗുണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിൽ നമുക്ക് കടക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ വലിയായ മഹാനുഭാവനോടനുബന്ധിച്ച്, ആ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹത്തരമായ പരിപാടിയിലാണ് നാം ഏവരും സമ്മേളിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് സ്വതക്കകൾ ചെയ്തിട്ടുണ്ട്, ആട് നേർച്ചയാക്കിയിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വർഷം 100ഓളം ആടുകൾ ആളുകൾ ഓഫർ ചെയ്യുകയുണ്ടായി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
അടുത്ത ഉറൂസിന് ഇൻഷാ അല്ലാഹ് അടുത്ത ഉറൂസിന് വേണ്ടിയുള്ള ആ ഒരു ഭക്ഷണ വിതരണത്തിനു വേണ്ടി ഈ വർഷം ഒരാടോ രണ്ടാടോ ഒക്കെ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് സ്വതക്ക നൽകാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും സ്വതക്ക ചെയ്യണം, അത് ഏറ്റെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത ഉറൂസ് എപ്പോഴും 2 വർഷം അപ്പോഴാണോ ഇത് വേണ്ടത്? 2 വർഷമുണ്ട്. ഈ 2 വർഷം കഴിഞ്ഞാണ്, 2 വർഷം കൂടുമ്പോഴാണ് ഉറൂസ്. അപ്പൊ 2 വർഷത്തിന് മുമ്പേ നമ്മൾ 100 ആട് കൊടുക്കാമെന്ന് നേർച്ചയാക്കിയ ആളുകൾ അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ വർഷം ഇൻഷാ അല്ലാഹ് അന്നദാനത്തിന് ആ ആട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി 2 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഉറൂസ്. ഈ 2 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ കൊടുത്താൽ മതി. ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ഉദാരമതികളായ ആളുകൾ ഒരാടോ രണ്ടാടോ ഒക്കെ സ്വതക്ക ചെയ്യാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സംരംഭത്തിലേക്ക് സ്വതക്ക ചെയ്യാം. സലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കത്തുള്ള ജീവിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കോഴി ബറക്കത്തുള്ള ജീവിയാണ്, ആടും ബറക്കത്തുള്ള ജീവിയാണ്. ആട് മേയ്ക്കാത്ത ഒരു പ്രവാചകനും ഇല്ല. ആട് മേയ്ക്കാത്ത ഒരു പ്രവാചകനും ഇല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട് മേച്ചിട്ടുണ്ട്. സാലിഹ് നബി അലൈഹി സ്വലാം ആട് മേച്ചിട്ടുണ്ട്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട് മേച്ചിട്ടുണ്ട്. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട് മേച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ നേരത്തെ മരിച്ചുപോയി അല്ലേ? നേരത്തെ മരിച്ചുപോയി. വാപ്പാന്റെ സ്നേഹം മുത്തനബിക്ക് കിട്ടിയിട്ടില്ല. ഉമ്മ 6 വയസ്സായപ്പോ മരിച്ചു. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന പേരോത്ത്. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചാണച്ച് ആമിനാബി പൊന്മകനെ ചുംബനമാണച്ച്. അത്തലിം തൻ മുത്തുമോനെ ആറ്റുനോറ്റ് പോറ്റി, ആടലത്തിൽ ആടുമേച്ച് കൊച്ചുമോൻ വളർന്നു. ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോതിയില്ല. നേരുമാത്രം ചൊന്നതാലെ സത്യവാനാം ബാലൻ നേടിയല്ല മീനതെന്ന ഖ്യാതി സത്യശീലൻ. 6 വയസ്സായപ്പോ ഉമ്മ മരിച്ചുപോയി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെ ചെറുപ്പത്തിലേ തന്നെ ആടുമേക്കുകയാണ്. കൂലിക്കാടുമേച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം നയിച്ചു. വളരെ ത്യാഗത്തിൽ, വളരെ കഷ്ടപ്പെട്ട്, വളരെ പ്രയാസപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നുബുവത്ത് കിട്ടിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആടുമേക്കാത്ത ഒരു പ്രവാചകനും ഇല്ല. ഞാനും ആടുമേച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലെ ഞാൻ ആടുമേച്ചു. ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ വളർന്നത്. ആട് ബറക്കത്തുള്ള ജീവിയാണ്. ഒരു വീട്ടിൽ ആടുണ്ടാകൽ ആ വീട്ടിൽ ബറക്കത്തിന് കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിയാണ്. അത് നമ്മുടെ മഹാനുഭാവന്റെ പേരിൽ നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ തയ്യാറുള്ള ആരാ ഉള്ളത്?